കനത്ത പോളിംഗ് നടന്ന കണ്ണൂർ ജില്ലയിൽ അവസാനവട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഇടതു മുന്നേറ്റം കാണുന്ന ജില്ലയിൽ LDF 9 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. കൈവിട്ടുപോയ സീറ്റുകൾ തിരിച്ചുപിടിക്കുന്നതിനൊപ്പം അട്ടിമറി സാധ്യതയും തെളിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ LDF 6ഉം UDF 5ഉം സീറ്റുകളിലാണ് നേടിയിരുന്നത്. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, മട്ടന്നൂർ, ധർമ്മടം, തലശ്ശേരി മണ്ഡലങ്ങളിൽ LDF ആധികാരിക വിജയമാണ് നേടിയത്. അതേസമയം ഉറച്ച കോട്ടകളായിരുന്ന അഴീക്കോടും കൂത്തുപറമ്പും UDF കൈയടക്കി. ഒപ്പം ഇരിക്കൂറും കണ്ണൂരും പേരാവൂരും നിലനിർത്തുകയും ചെയ്തു. പോളിംഗ് കഴിഞ്ഞതോടെ അഴീക്കോടും കൂത്തുപറമ്പിലുമാണ് പ്രധാനമായും ബൂത്ത് തലത്തിൽ കണക്കുകൂട്ടലുകൾ ചൂടുപിടിച്ചത്. അഴീക്കോട് സീറ്റിൽ ഫലപ്രവചനം അസാധ്യമാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. BJP വോട്ടുകൾ ചെറുതോതിലെങ്കിലും UDF പക്ഷത്തേക്ക് മറിഞ്ഞിട്ടുണ്ടെന്നാണ് ഇടത് കേന്ദ്രം കരുതുന്നത്. ഒപ്പം KM ഷാജിയുടെ വോട്ട് വിഹിതത്തിൽ സാരമായ കുറവുണ്ടായിട്ടില്ലെന്നും UDF കണക്കുകൂട്ടുന്നു. അതേസമയം കൂത്തുപറമ്പിൽ KP മോഹനെതിരെ KK ശൈലജ വിജയം കൊയ്യുമെന്നതിലേക്കാണ് കണക്കുകൂട്ടലുകൾ നീങ്ങുന്നത്. കഴിഞ്ഞ തവണ KP മോഹന് ലഭിച്ച 3303 വോട്ടിന്റെ ഭൂരിപക്ഷത്തെക്കാളും കുറഞ്ഞ മാർജിനിൽ ഇടത് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. അതേസമയം UDF മണ്ഡലങ്ങളായ കണ്ണൂരും ഇരിക്കൂറും പേരാവൂരും മുന്നണിക്ക് ഇളക്കം സംഭവിച്ചേക്കും. ഇതിൽ ഒരു മണ്ഡലത്തിൽ അട്ടിമറി ജയമാണ് LDF പ്രതീക്ഷിക്കുന്നത്. അത് അവസാനഘട്ട ബൂത്തുതല കണക്കുകൂട്ടലിന് ശേഷമേ വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അതിനിടെ ധർമ്മടത്തും തളിപ്പറമ്പിലും പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും LDF അനായാസ വിജയം നേടും. എന്നാൽ തലശ്ശേരിയിൽ വലിയ തോതിലും മട്ടന്നൂരിൽ കഴിഞ്ഞ തവണത്തേക്കാളും ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത. കൈവിട്ടുപോയ മണ്ഡലങ്ങളെല്ലാം തിരിച്ചു കിട്ടിയെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. അതേസമയം കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കയ്യിലുള്ളതൊന്നും വിട്ടുപോകില്ല എന്ന് UDFും വിശ്വസിക്കുന്നു. ഇതിനിടയിലും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്ര വോട്ടുകൾ അധികം വന്നു എന്നറിയാൻ BJPയും കാത്തിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ലിമേഷ് ചെറുപേഷ്ക്കൊപ്പം K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.